ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജിയാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് പത്തിരിക്ക്, പൊരിച്ച പത്തിരിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മീറ്റ് റെസിപ്പീസൊക്കെ നല്ലതാണെങ്കിൽ തന്നെ നമുക്ക് ഫിഷ് മോളിയും പത്തിരിക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനൊരു ഫിഷ് വലുത് കട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ 4 ബിഗ് പീസസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പോർഷനാണെങ്കിൽ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ പീസുകളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ 4 പീസ് മാറ്റി വെച്ചു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 3/4 ടീസ്പൂണും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിന് ഞാൻ കുറച്ച് ലെമണിൻ്റെ ജ്യൂസും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ചേർക്കാം. ഇപ്പോൾ ലെമണിൻ്റെ ജ്യൂസ് ചേർത്തില്ലെങ്കിൽ നമ്മൾ കറി റെഡിയാക്കുമ്പോൾ അല്പം പുളി ചേർത്താലും മതി കേട്ടോ. പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തക്കാളിയുടെ പുളിയാണെങ്കിലും മതി. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അല്പം ഓയിലും കൂടി ഒഴിക്കട്ടെ കേട്ടോ. ഓയിൽ ഒഴിക്കാൻ കിട്ടു. അപ്പോൾ ഏതെല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആ ഓയിൽ അല്പം കൂടെ എടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ അല്പം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടികളൊന്ന് കുഴച്ച് കഴിപ്പിക്കാം. നമുക്ക് ഫിഷ് മോൾ റെഡിയാക്കുന്നത് ശരിക്കും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റാണ് മീനിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ മസാല മീനിൻ്റെ 2 ഭാഗത്തേക്കും ആക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മീനിലേക്ക് ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തു, നാരങ്ങ നീരും ചേർത്ത് എണ്ണയും ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ പത്തിരിക്ക് വേണ്ടി റെഡിയാക്കിയതുകൊണ്ട് വലിയ പീസാക്കി റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ബൾക്കി പോർഷൻ മോളി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ പീസുകളായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. മീൻ കട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. വലിയ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഞാനത് അടുത്ത ദിവസം കാണിക്കും. ഞാൻ ഫിഷ് കട്ട് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ റെഡിയാക്കി ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ വലിയത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മീനി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്തു ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് മോളി റെഡിയാക്കി എടുക്കാനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കാം. ഞാൻ ഫിഷ് മോളിക്ക് വേണ്ടി റെഡിയാക്കി എടുക്കുന്ന ഒനിയൻ വേണം. സവാള വലിപ്പമുള്ള ഒരെണ്ണം, ഒരു ചെറിയ ഒനിയൻ്റെ പകുതിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പറയുന്നത്. കുറച്ച് പോർഷനാണ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഞാൻ കോക്കനട്ട് ഓയിൽ അല്ലാട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. പൊട്ടിത്തെറിക്കുന്നതൊന്ന് മാറാനായിട്ട് അല്പം നേരം ഒന്ന് മൂടി വെക്കാം. തുറന്ന് വെച്ചിട്ട് ഇതൊന്നും മറച്ചിടാൻ ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. വലിയ മീനാകുമ്പോൾ പൊട്ടിപ്പോകാതെ മറച്ചിടുന്നത്. അപ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓവർ കുക്കായി പോകരുത്. ഇപ്പം നമുക്ക് ബാക്കിത്തെ കുക്കിങ് നമ്മൾ മോളി റെഡിയാക്കി എടുക്കുമ്പോൾ ആ സമയത്താണ് കേട്ടോ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്ന് 2 സൈഡിലൊന്ന് ശാല ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റാം. ഞാനൊന്ന് പൊട്ടാതെ ഒന്ന് മറച്ചിട്ട് ഫിഷ് തിരിച്ചിട്ട് ഈ 2 സൈഡ് ഇതുപോലെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാറായിട്ടോ. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ എണ്ണയൊന്ന് മാറ്റിയെടുക്കണം. ഇന്നത്തെ എണ്ണ കൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വേണമെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാൻ കഴിഞ്ഞു. ആ സൈഡ് അല്പം റെഡിയാവാനുണ്ടായിരുന്നു. അത് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എണ്ണ മാറ്റിയെടുക്കാനായിരുന്നു. പിന്നെ ഞാൻ ഒനിയൻ എടുത്ത് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ്, 1/4 കുടം വെളുത്തുള്ളി, അത്യാവശ്യത്തിന് കറി ലീവ്സ്, പിന്നെ പച്ചമുളക് വേണം 3-4 എണ്ണം. അപ്പോൾ എത്ര സാധനങ്ങളൊന്ന് അരിഞ്ഞ് മാറ്റാം നമുക്ക്.
അപ്പോൾ വേറൊരു പാനിൽ ഞാൻ റെഡിയാക്കാം. അപ്പം മീൻ ഫ്രൈ ചെയ്തതിനകത്ത് അല്പം പറ്റി പിടിച്ചിട്ടിട്ടുണ്ടാവും, അത് കരിഞ്ഞ് പോകണ്ടെന്ന് ഓർത്തിട്ടാണ് വേറെ പാൻ. അതിനകത്ത് തന്നെ വേണമെങ്കിൽ മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം. വേറൊരു പാൻ വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ, നമ്മൾ മാറ്റിയെടുത്തിരുന്ന ആ എണ്ണ ബാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫിഷിൻ്റെ എല്ലാ ഫ്ലേവറും അതിനകത്തേക്ക് ഉള്ള എണ്ണ നമ്മൾ കളയരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത് കേട്ടോ, കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ എണ്ണ കോരി നമ്മൾ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തായിരുന്നു, അതിനകത്തേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലുണ്ടാവും. അതൊന്നുമില്ല, ഫിഷ് നല്ല ഓയിലി ഫിഷാണ്, സാൽമൺ കൊണ്ട് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ ചൂടാക്കിയിട്ടെ, എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓൾ സ്പൈസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു, പൊടിക്കാതെ തന്നെ ചേർത്ത് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കർലീസ് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റണം. ഓവർ വഴറ്റിയെടുക്കണ്ട കേട്ടോ, നമ്മൾ തോരനൊക്കെ റെഡിയാക്കുമ്പോൾ ഓവർ ബ്രൗണും ഗോൾഡൻ കളറൊന്നും ആയി പോകരുത്. അപ്പോൾ കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തു. അതൊന്ന് പയ്യെ സോട്ടായി വരുമ്പോൾ നമുക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ വഴറ്റും ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മണവും വരും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഹോൾ സ്പൈസസും ഫിഷിൻ്റെ എണ്ണയൊക്കെ നല്ല മൊഴിഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ലെമൺ ചേർത്തുകൊണ്ട് ഇനി ഞാൻ പുളി ചേർക്കുന്നില്ല. അഥവാ നമുക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ലെമൺ എന്തെങ്കിലും ഒരു പുളി മതി. തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കർലീസ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്തിട്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി 2ാം പാലിലാണ് ഞാൻ ഈ ഫിഷ് ബാക്കിയിട്ട് കുക്കിങ് നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒനിയൊന്ന് വഴണ്ട് കിട്ടട്ടെ. വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ് കൂടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഫിഷ് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വറുത്തത്. പിന്നെ ഓവറാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്നിനൊന്നും പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2ാം പാൽ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിനകത്ത് കിടന്നാണ് മീൻ കുക്കായി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ ഫിഷ് മോളിയുടെ റെസിപ്പി റെഡിയാക്കി നോക്കിയിട്ട് ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഒനിയൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് 2ാം പാൽ ചേർക്കാം. അതിന് മുമ്പ് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഞാൻ ഫിഷ് കുക്ക് ചെയ്ത മഞ്ഞൾപ്പൊടി ചേർത്തിട്ടായിരുന്നു, എങ്കിൽ തന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയും കുറച്ച് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് അതനുസരിച്ച് ഓൾട്ടർ ചെയ്യുക. ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2ാം പാൽ ചേർക്കാം. അപ്പോൾ കുരുമുളകിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ പച്ചമുളകിൻ്റെയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ രുചിയാണ് കേട്ടോ നമുക്ക് ഫിഷിന് കൊടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം കൂടെ ചേർക്കാം. ഗ്ലാസ് കഴുകി ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ വട്ടത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 തക്കാളി, ഒന്നിച്ചില്ലെങ്കിൽ 1 വലിപ്പമുള്ളതായിരുന്നു, 1 കുഞ്ഞ തക്കാളിയായിരുന്നു കേട്ടോ. കുറച്ച് ഫിഷല്ലേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഗ്ലാസ് കഴുകി ഒരല്പം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ.
ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഗ്രേവി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് ലൂസായിട്ടല്ല എടുക്കുന്നത്, ഇച്ചിരി ഒരു കുറുകിയ ഗ്രേവിയോടെ ആയിട്ടാണ് കേട്ടോ ഫിഷ് മോളി റെഡിയാക്കി എടുക്കുന്നത്. തിളക്കട്ടെ. നമുക്ക് കഴിഞ്ഞിട്ട് ഫിഷ് ചേർത്ത് കൊടുക്കാം. പൊട്ടിപ്പോകാതെ ചേർക്കേണ്ടത്. വലിയ ഫിഷ് പീസായിട്ട് എടുക്കുമ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ പൊട്ടാതെ റെഡിയാക്കി എടുക്കണം. ഫ്രൈ വെച്ചിരിക്കുന്ന ഫിഷുകൾ ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയത്തെ കുക്കിങ് ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാനിൽ കുറച്ച് പൊടിയും ബാക്കിയത്തെ സാധനങ്ങളൊക്കെ കളയരുത്, അതെല്ലാം ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ അത് ആ ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഒന്നുകൂടി. ആ മീനിൻ്റെ ഓയിലൊക്കെ അതിനകത്ത് കാണും. സ്കിന്നൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ നമുക്ക് കറിക്ക് കിട്ടണം കേട്ടോ. നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതാണല്ലോ ഫിഷ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല പാനിലെ പൊടി, ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം കേട്ടോ. നമ്മൾ പൊടിയെല്ലാം അതിനകത്തേക്ക് ചേർക്കാം. ബാക്കിയുള്ള ഓയിലെല്ലാം കൂടെ ചേർത്തു കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആക്കിയിട്ടുണ്ടായി. റെഡിയായി കുക്കായി കഴിയുമ്പോൾ നമുക്ക് 1/4 പാലും കൂടെ ചേർത്തിട്ട് വേണം ടൊമാറ്റോസ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് നോക്കൂ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഞാൻ ഫിഷ് ഒന്ന് മറച്ചിട്ട് കൊടുത്തു കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് ഗ്രേവി ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ മറക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടത്. ശരിക്കും ഇപ്പോൾ ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഫിഷൊന്നും മുറിയാതെ മറച്ചിട്ടു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പത്തിരിക്ക്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറന്നുപോലെ. അത് ഏകദേശം കുക്കാവാറായി. ഇനി നമുക്ക് 1/4 പാൽ റെഡിയാക്കി എടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയത്ത് നോക്കാം കേട്ടോ. ഇനി 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ 1/4 പാൽ ഒഴിച്ചു. കുറച്ച് കറി ലീവ്സ് ചേർക്കാം, കുറച്ച് സാധനവും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരുപാടൊക്കെ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫിഷിനെ റിസ്ക് എടുത്ത് തിരിക്കുന്നില്ല ഞാൻ. ഇപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് ഇപ്പോൾ ഒന്ന് നോക്കട്ടോ. ഇനി ഇപ്പോൾ തിള വന്നു 1/4 പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പീസുകൾ വട്ടത്തിൽ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു തക്കാളി ആദ്യം ചേർത്തായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആവിയിലിരുന്നത് കുക്കായിക്കോളൂ കേട്ടോ. ഇതൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി നമുക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഒരു കറി ലീവ്സും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള സാൽമൺ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പോയി തയ്യാറാക്കി നോക്കാൻ മറന്നുപോലെ. ഞാൻ പുതിയ ഡിഷുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് JNB Vlogs. അപ്പോൾ ഞാനിപ്പോൾ പത്തിരിയുടെ കൂടെ കഴിക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷിന് വേറെ ഏത് റെസിപ്പി ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് JNB Vlogs. ബൈ.